ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 15-ാമത്തെ ശ്ലോകം. യം ഖിന്ന വ്യതയദ്യേതേ പുരുഷം പുരുഷർഷവ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. അതായത് ശത്രുനാശകനായ അർജുന, പുരുഷശ്രേഷ്ഠനായ അർജുന, സുഖദുഃഖങ്ങളെ സമമായി കാണുന്നവനും ശാന്തനുമായ ഏതൊരുവനെ ഈ ദ്വന്ദ്വങ്ങൾ ബാധിക്കുന്നില്ലയോ അവൻ അമൃതത്വത്തിന് യോഗ്യനാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. വിപരീതമായ പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിലൊന്നും തന്നെ തളരാതെ തകരാതെ മനസ്സിൻ്റെ സമനില നിലനിർത്തുവാൻ കഴിയുന്നവനാണ് ധീരൻ. ചുരുക്കി പറഞ്ഞാൽ ശാരീരികവും മാനസികവുമായ എല്ലാ പരിധികളെയും അതിക്രമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവനാണ് ധീരൻ. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും പല പ്രലോഭനങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അതിലൊന്നും തന്നെ വീണു പോകാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ കഴിയണം. ഏതേത് വികാരങ്ങൾ നമ്മെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ആ വികാരങ്ങളെ വിചാരം കൊണ്ട് നേരിടാൻ കഴിയണം. ഒരിക്കലും വികാരത്തിന് കീഴ്പ്പെട്ടു പോകരുത്. അങ്ങനെ മനസ്സിൻ്റെ സമനില നിലനിർത്തുവാൻ കഴിയണം. ശാരീരികവും മാനസികവുമായ എല്ലാ ദൗർബല്യങ്ങളെയും അതിക്രമിക്കാൻ കഴിയുന്നവനാണ് ധീരൻ. ആത്മീയ ബലമില്ലാത്തവൻ്റെ ശാരീരിക ബലം ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ അവന് പ്രയോജനപ്പെടണമെന്നില്ല. ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവർ പോലും ഒരു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ അത് ക്ഷമിക്കാനും സഹിക്കാനും കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നത് കാണാം. മനോനിയന്ത്രണമില്ലെങ്കിൽ ബാഹ്യമായ എന്തെല്ലാം കഴിവുകൾ ഉണ്ടായിരുന്നാൽ കൂടി ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ അയാൾ തളർന്നു പോകും. അതാണ് നമ്മൾ പലപ്പോഴും ലോകത്ത് കാണുന്നത്. മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ കഴിയുന്നതല്ല ധീരത, അതൊക്കെ ഭീരുത്വമാണ്. സ്വന്തം മനസ്സിൻ്റെ മേൽ നിയന്ത്രണമുണ്ടായിരിക്കുകയും കാര്യങ്ങളെ നയമാരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലുമാണ് ഒരുവൻ്റെ ധീരത. ഈ ലോക സ്വഭാവം ഇന്നതാണെന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള വിവേകിയായിട്ടുള്ള ഒരാൾ സുഖം വരുമ്പോൾ ആകാശമുട്ടെ തുള്ളിച്ചാടുകയോ ദുഃഖം വരുമ്പോൾ പാതാളത്തോളം താഴ്ന്നു പോവുകയോ ചെയ്യുന്നില്ല. ജീവിതത്തെ സമ്പന്നമാക്കുന്നത് നിത്യാനിത്യ വിവേകമാണ്. മനോദൗർബല്യം കൊണ്ടാണ് മനുഷ്യൻ ദുഃഖങ്ങളുടെ കരകാണാ കയങ്ങളിൽപ്പെട്ട് ശ്വാസം മുട്ടുന്നത്. ജീവിതത്തിൻ്റെ നാനാതലങ്ങളിലൂടെ അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കി ദുസ്സഹമായ തിക്താനുഭവം ഉണ്ടാകുമ്പോൾ മനസ്സിൻ്റെ സമനില നിലനിർത്തണമെങ്കിൽ നല്ല കരുത്തുണ്ടായിരിക്കണം, നല്ല വിവേകജ്ഞാനമുണ്ടായിരിക്കണം. എത്ര വലിയ രാജാവായാലും മനോദൗർബല്യത്തിന് കീഴ്പ്പെട്ടു പോയാൽ അയാൾ ഒരു യാചകനായി പോകും. അയാൾ സംഘർഷഭരിതമായ ജീവിതം തന്നെ നയിക്കേണ്ടി വരും. ഏതേത് വികാരങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുമ്പോഴും അതിനൊന്നും കീഴ്പ്പെട്ടു പോകാതെ വിവേകപൂർവം അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലാണ് മനുഷ്യൻ്റെ മഹത്വമിരിക്കുന്നത്. ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനൊന്നും വശപ്പെട്ടു പോകാത്തവൻ അമൃതത്വത്തിന് യോഗ്യനാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും.